സോഷ്യൽ മീഡിയയിലെ വീണ്ടും സജീവമാകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. MLA-മാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെയും സംഘത്തിന്റേതുമാണ് ഈ നിർദ്ദേശം. ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കണം. മണ്ഡലത്തിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, നാട്ടുകാർ മുഴുവൻ അറിയണം, അറിയിക്കുകയും വേണം. ഉദ്ഘാടനം, വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി സകലതും. ആനുകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ റീൽസും വീഡിയോകളും വരണം. വെറുതെ ഉള്ള വീഡിയോ ഒക്കെ ജനം കണ്ടു മടുത്തൂന്നേ. അപ്പോൾ സർഗാത്മകതയുള്ള വീഡിയോ ആണ് ഇടേണ്ടത്. എന്നുവച്ചാൽ വെറൈറ്റി വേണമെന്ന് ചുരുക്കം. ജൻസി മാധ്യമങ്ങളിലടക്കം എല്ലാവരും സജീവമാകണം. തെരഞ്ഞെടുപ്പിന് മുൻപ് MLA ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്തു എന്നൊക്കെ അറിയിക്കാൻ ഇതിലും നല്ല മാധ്യമം വേറെ ഇല്ല എന്നാണ് കനഗോലു ടീമിന്റെ ഉപദേശം. ഇനിയിപ്പോ റീൽസും വീഡിയോസും ഒക്കെ എടുത്ത് സ്വന്തം പേജിൽ ഇട്ടാൽ മാത്രം പോരാ, നമ്മളെ അറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണമെന്നാണ് ഉപദേശം. അതിനായി വേണമെങ്കിൽ ഒരു ടീമിനെ തന്നെ നിയോഗിക്കാം. കഴിയുമെങ്കിൽ പാർട്ടിയും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കണം. പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന് പ്രായഭേദമില്ലെന്നും ടീം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ആറാടാൻ തന്നെയാണ് കോൺഗ്രസ് MLA-മാരുടെ തീരുമാനം. CM കണക്റ്റൊക്കെ ഇനി പഴങ്കഥയാകും. കോൺഗ്രസ് MLA-മാർ ഇനി ഒരു ടച്ചിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടാകും. അങ്ങനെ ഇൻസ്റ്റാ പേജിലടക്കം എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ പൊതുവെയും സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് പ്രായഭേദമന്യേ കോൺഗ്രസ് MLA-മാർ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.